പാകിസ്ഥാനിൽ അജ്ഞാതരായ അക്രമികൾ നടത്തിയ വെടിവെപ്പിൽ ഒരു കുടുംബത്തിലെ 9 പേർ കൊല്ലപ്പെട്ടു. പെഷവാറിലെ ബദാബർ ഗ്രാമത്തിലാണ് സംഭവം. മരണപ്പെട്ടവരിൽ 4 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കമാണ് സംഭവത്തിന് വഴിവെച്ചതെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. മദ്യവും പുകയിലയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് അംഗീകരിക്കാൻ തെക്കുകിഴക്കൻ ഏഷ്യയിലെ അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടന. പുകയില ഉൽപ്പന്നങ്ങളുടെ അനധികൃത വ്യാപാരം തടയുന്നതിനും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മദ്യ ഉപഭോഗം കണ്ടെത്തുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. പുകയില ഉൽപ്പന്നങ്ങളിലെ അനധികൃത വ്യാപാരം ഇല്ലാതാക്കുന്നതിനുള്ള WHO FCTC പ്രോട്ടോകോളിൽ ശേഷിക്കുന്ന എല്ലാ അംഗരാജ്യങ്ങളും കക്ഷികളാകണമെന്ന് ലോകാരോഗ്യ സംഘടന റീജിയണൽ ഡയറക്ടർ പറഞ്ഞു. ഹമാസ് നേതൃത്വത്തിൽ നിന്ന് വടക്കൻ ഗാസയെ മുക്തമാക്കാനൊരുങ്ങി ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാജി ഹനക്ബിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഗാസയിലെ പ്രാദേശിക നേതൃത്വത്തിനും ഹമാസിനുമെതിരെ അണിചേരാനുള്ള അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മേഖലയെ മുക്തമാക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണെന്നും സാജി ഹനക്ബി കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ജപ്പാൻ അടിയന്തര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. മുന്നറിയിപ്പിൽ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും നിർദ്ദേശിച്ചു. കാനഡയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്ക് തിരിച്ചടി. പാർട്ടിയുടെ ദീർഘകാല ശക്തി കേന്ദ്രമായിരുന്ന ടൊറന്റോ സെന്റ് പോളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ലിബറൽ പാർട്ടി പരാജയം ഏറ്റുവാങ്ങിയത്. വലതുപക്ഷ സ്ഥാനാർത്ഥി ഡോൺ സ്റ്റുവർട്ട് ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ 42% വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. 30 വർഷത്തിലേറെയായി ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥികളാണ് സെന്റ് പോളിൽ വിജയം നേടിയിരുന്നത്.